ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് ടെൻഷനോടുകൂടി ആലോചിച്ച് ഹോളിലിരിക്കുമ്പോൾ ചായയുമായി അവിടേക്ക് വന്ന സുഭാഷ് എല്ലാവർക്കും ചായ കൊടുക്കുകയാണ്. ഈ സമയം ഗായത്രിയുടെ ഫ്രണ്ട്സായ ബോയ്സ് വീട്ടിലേക്ക് വരികയാണ്. എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ അവൻ നമ്മുടെ ഗായത്രിയെ ചതിച്ചത്, അവനെ വെറുതെ വിടരുതെന്ന് പറഞ്ഞ് അവർ ഉറക്കെ സുധീഷിനെ വിളിക്കുകയാണ്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ അവരെ ശ്രദ്ധിക്കുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, ആരാ നിങ്ങള്? സുധീഷിനെ കാണുമെന്ന് അവർ പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കാണ്, സുധീഷിന്റെ ഫ്രണ്ട്സ് ആണോ? അതേന്ന് അവർ പറയുമ്പോൾ ഭാസ്കരൻ പറയാണ്, ഡീസന്റ് ആണല്ലോ, എങ്ങനെ പിന്നെ അവന്റെ ഫ്രണ്ട്സായി? പുറത്തേക്ക് ഇറങ്ങി വന്ന സുഭാഷ് ചോദിക്കുന്നു, ആരാ നിങ്ങള്? സുധീഷിനെ കാണുമെന്ന് അവർ പറയുമ്പോൾ കുറച്ച് അപ്പുറത്തായി വന്ന ഹരീഷ് ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. നിധിയും പുറത്തേക്ക് ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് ഹരീഷ് അരികിലേക്ക് വരുമ്പോൾ അവർ പറയണ, എത്ര തവണയായി സുധീഷിനെ വിളിക്കുന്നു, നിങ്ങൾ സുധീഷിനെ വിളിക്കുക. സുധീഷ് നീ പുറത്തേക്ക് ഇറങ്ങി വരുന്നോ അതോ ഞങ്ങൾ അകത്തേക്ക് കയറി വരണോ? വാതിലിന്റെ അരികിലേക്ക് വന്ന സുധീഷ് അവരെ കണ്ട് ടെൻഷനോടുകൂടി നിധിയൊന്ന് നോക്കിയിട്ട് പതിയെ മുന്നോട്ടേക്ക് വരികയാണ്. അകത്തേക്ക് കയറി വന്ന ഗായത്രിയുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നു, നീ ഇത്ര മോശപ്പെട്ടവനാണോ? കല്യാണം കഴിഞ്ഞ കാര്യം മറച്ചു വെച്ച് ഗായത്രിയെ ചതിക്കുകയല്ലായിരുന്നു? അപ്പൊ സുധീഷ് പറയണ, ബഹളം വെക്കാതെ എന്താണെങ്കിലും നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. അങ്ങനെ സുധീഷ് അവരെയും കൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ അവർ ചോദിക്കുകയാണ്, പുറത്തുപോയി സംസാരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും അരികിലേക്ക് വരികയാണ്. അവർ പറയുന്നു, ഗായത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. അപ്പൊ ഹരീഷ് പറയണ, എന്താണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കുക. നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ സുധീഷ് ഏട്ടൻ മറുപടി തരുന്നുണ്ടല്ലോ, ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രണ്ട് ചോദിക്കുന്നു, ഗായത്രിയുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് അറിയോ നിങ്ങക്ക്? സുധീഷ് അവളെ ഒഴിവാക്കിയത് തന്നെ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇപ്പൊ സുധീഷിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞതോടുകൂടി അവൾ ആകെ തകർന്നു പോയി. റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല, വാതിലടച്ച് റൂമിനകത്ത് തന്നെ ഇരിക്കുക. എത്ര വിളിച്ചാലും വാതിൽ തുറക്കുന്നില്ല. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുന്നു, കഥക് തുറക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവൻ മേസ്തിരി, അവൻ ഡ്രൈവർ, ഇവൻ മെക്കാനിക്. ഇവരോട് വന്ന് ചോദിച്ചിട്ട് എന്താ പ്രയോജനം? പോയൊരു കാർപ്പന്ററെ കാണാം. നിങ്ങളിപ്പോ എന്തിനാ കോമഡി പറയുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ ഉള്ളതാടെ പറഞ്ഞ്, കഥക് തുറക്കുന്നില്ലെങ്കിൽ പോയി കാർപ്പന്ററെ കാണും. അച്ഛനൊന്ന് വെറുതെ ഇരിക്കാൻ സുഭാഷ് പറയുമ്പോൾ ഗായത്രിയുടെ ഫ്രണ്ട് പറയുന്നു, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞങ്ങള് വെറുതെ വിടില്ല. ഞങ്ങള് ചെറിയ പയ്യന്മാരല്ലേ, ഇവന്മാർ എന്ത് ചെയ്യാനാണെന്നൊന്നും വിചാരിക്കണ്ട, ഞങ്ങള് വലിയൊരു ഗ്യാങ്ങാ. ഇത് കേട്ട് ഹരീഷ് പറയണ, ആ കുട്ടി ഒരുപാട് വിഷമിക്കുന്നെന്ന് പറയുന്നു. അത് മനസ്സിലാവുന്നുണ്ട്. അതിനിപ്പം ഞങ്ങള് വലിയ ഗ്യാങ് ആണെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഗായത്രിക്ക് ഒരു കുഴപ്പവും കാണില്ല, കഥ അടച്ച് ഉറങ്ങുകയായിരിക്കും. ആദ്യം നിങ്ങൾ ആ കഥക് തുറന്നു നോക്ക്, അല്ലാതെ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പോടാ പോടാ. ഇത് കേട്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് അവർ പറയുന്നു, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. ഹരീഷ് പറയണ, നിങ്ങളോടല്ലേ പറഞ്ഞത് പോകാൻ, ഇറങ്ങി പോകുന്നുണ്ടോ? നിങ്ങൾ പോയി കഥക് തുറന്നു നോക്ക്, ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. രണ്ടാഴ്ചയായി കണ്ട് സംസാരിച്ചതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കില്ല. നിങ്ങളിപ്പോ പോന്ന് പറഞ്ഞ് ഗായത്രിയുടെ ഫ്രണ്ട്സിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഹരീഷ്. തുടർന്ന് എല്ലാവരും അകത്തേക്ക് കയറി വരുമ്പോൾ നിധി സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. നികേഷ് പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ് ഏട്ടാ, ഇങ്ങനെ തന്നെ വേണം. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ ഞാൻ പറഞ്ഞതല്ലേ ആ കുട്ടിയോട് സംസാരിച്ച് മനസ്സിലാക്കാൻ. അപ്പൊ സുധീഷ് പറയണ, പറഞ്ഞ മനസ്സിലാകണ്ടേടാ, അവള് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെയാ പറയുന്നേ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? സുഭാഷ് ഏട്ടൻ എന്തിനാ ആ പെണ്ണിനോട് എന്റെ കല്യാണം കഴിഞ്ഞാണെന്ന് പറഞ്ഞത്? അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പൊ സുഭാഷ് ചോദിക്കണ്ടേ, ഞാൻ പിന്നെ എന്ത് പറയണമായിരുന്നു? ആ കുട്ടി ഇവിടെ കരങ്ങോണ്ടാ വന്നത്, ഞാൻ പിന്നെ എന്ത് പറഞ്ഞാ ആ കുട്ടി ഇവിടുന്ന് പറഞ്ഞു വിടുക? വാ മോളെ, ഇവനും നിന്നെ ഇഷ്ടമാ, കല്യാണം കഴിച്ച് ഇവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയണോ? നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞില്ലേ ഇത് തെറ്റാണ്, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്? നികേഷ് പോലും നിന്നോട് പറഞ്ഞില്ലേ, നീ കേട്ടില്ലല്ലോ? മാറി മാറി ഡ്രസ് ഇട്ടുകൊണ്ട് പെർഫ്യൂം അടിച്ച് ബസ് സ്റ്റോപ്പിൽ പോയി ആ പെണ്ണോട് സംസാരിക്കുമ്പോ ഓർക്കണമായിരുന്നു. എന്താടാ, ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? ഞാൻ എല്ലാം അറിഞ്ഞടാ. ആ ഗായത്രിയെ പോലെ നീ കോളേജിൽ പഠിക്കുന്ന പയ്യനാണോ? കല്യാണം കഴിഞ്ഞവനാ? ആ ഉത്തരവാദിത്വം ഉണ്ടോ നിനക്ക്? നിന്നോടൊക്കെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലടാ. ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, മര്യാദയ്ക്ക് ജീവിച്ചൂടെ? വിവരമുള്ളവൻ ചെയ്യുന്ന പണിയാണോ ഇത്? നിന്റെ ജീവിതം നന്നായി വരണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലടാ സുധീഷേ നിനക്ക്. നിന്നെ ഇങ്ങനെ വളർത്തിയതോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുവാ. ഹരീഷോ നികേഷോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ടോ? നീ മാത്രം എന്താടാ ഇങ്ങനെയായി പോയെ? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് മറ്റൊരു പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ ദേഷ്യം വരുന്നവന്. മര്യാദയ്ക്ക് ജീവിച്ചോണം. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഉണ്ടല്ലോ. ഇത് കേട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ, സുഭാഷേട്ടൻ എന്താ എന്റെ കല്യാണം ശരിക്കും നടന്നതുപോലെ സംസാരിക്കുന്നേ? എല്ലാം അറിഞ്ഞിട്ടും സുഭാഷേട്ടൻ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? എന്റെ കല്യാണം കഴിഞ്ഞ് നല്ല സ്നേഹമുള്ളൊരു ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഞാൻ വേറൊരു പെണ്ണിനെ പ്രേമിക്കാൻ പോയതുപോലെയാണല്ലോ സുഭാഷേട്ടൻ സംസാരിക്കുന്നത്. എന്റെ നിധിയുടെയും കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതെന്താ ഒറിജിനൽ കല്യാണമാണോ? ഫേക്കാ സുഭാഷേട്ടാ, ഫേക്കാ. മാഡം ഇത് കല്യാണമായിട്ട് കാണുന്നത് പോലും ഇല്ലല്ലോ. മാഡത്തിന് ഞാൻ റോഡിൽ കൂടെ പോകുന്ന ഒരാളല്ലേ, എപ്പോഴാ ചാൻസ് കിട്ടുക ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാനെന്നാ നിധി നോക്കുന്നത്? ഈ മാഡം എനിക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ ഈ വീട്ടിൽ താമസിക്കുന്നത്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങളെ എല്ലാവരെയും മാഡത്തിന് ഇഷ്ടമാണ്. നിങ്ങളെ ആരെയും പിരിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ മാഡം ഇവിടെ തന്നെ താമസിക്കുന്നത്. അങ്ങനെയുള്ള ഈ മാഡത്തെ എന്റെ ഭാര്യയായിട്ട് കാണാൻ എനിക്ക് പറ്റുമോ? ഞാൻ അങ്ങനെ കണ്ടാൽ തന്നെ അതിന്റെ നിധി സമ്മതിക്കുമോ? അറിയാതെ ഒന്ന് റൂമിൽ കയറിയ പോലും അയ്യോ എന്റെ അമ്മയെന്ന് വിളിച്ച് ബഹളം വെക്കുകയല്ലേ. ഇങ്ങനെ
ഒരു സാഹചര്യത്തില് ഞാൻ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോയത് തെറ്റാണോ? ഇപ്പൊ പോലും മാഡം ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുക. ഡിവോഴ്സ് കിട്ടിയാൽ ഉടനെ നിധി വേറെ ആരോ ആണ്. നിധിയുമായി എനിക്ക് ഒരു ബന്ധം ഉണ്ടാകില്ല. ഇതൊക്കെയല്ലേ ഞാനും ചിന്തിക്കുക. അന്ന് നിധിയുടെ ഓഫീസിൽ നിന്നും ബോസ് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ നിധിയുടെ കസിൻ ആണെന്ന്, ഭർത്താവാണെന്നല്ലല്ലോ പറഞ്ഞേ. പിന്നെ ഞാൻ മാത്രം എങ്ങനെ സുഭാഷ് ഏട്ടാ പുറത്തു പോയി എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറയുന്നത്? എന്തിന് ഞാൻ പറയണം എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്? സുഭാഷ് ഏട്ടാ, ഇതുവരെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നിധിയെ സംബന്ധിച്ച് ഇതൊരു ഫേക്ക് മാരേജാ. നമ്മൾ മാത്രം എന്തിന് ഇതൊരു കല്യാണമായിട്ട് കാണണം? കുറച്ചു നാൾ കഴിയുമ്പോൾ ഡിവോഴ്സ് കിട്ടും. അതിനുശേഷം നിധി ബാഗ് എടുത്ത് ഇവിടുന്ന് പോകും. പിന്നീട് ഞാൻ ഇവിടെ തനിച്ചാകുമല്ലോ. അങ്ങനെയുള്ള ഞാൻ ഇപ്പൊ ഒരു പെണ്ണിനോട് സംസാരിച്ചതിൽ എന്ത് തെറ്റാ ഉള്ളത്? എന്താ നിധി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിധിയുടെയും എന്റെ ഇടയിൽ ഒന്നുമില്ല. നമ്മുടെ ഇതൊരു ഫേക്ക് മാരേജ് ആയിരുന്നു. നിധി എന്നെ കസിനായിട്ടാ കാണുന്നത്. പിന്നെ ഞാൻ മാത്രം എങ്ങനെയാ നിധി വൈഫാണെന്ന് പറയുന്നത്? അതുകൊണ്ട് ഞാൻ ആ ഗായത്രിയോടൊന്നും പറയാഞ്ഞത്. ഞാൻ ചതിച്ചെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിധിയെ ഞാൻ ചതിച്ചോ? എന്റെ കല്യാണം ശരിക്കും നടന്നതായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് ഗായത്രിയോട് തുറന്നു പറഞ്ഞേനെ. എന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. സുഭാഷേട്ടാ വാ, ഇപ്പൊ തന്നെ ആ ഗായത്രിയെ പോയി കാണാം. എന്നിട്ട് നിധിയാണ് എന്റെ വൈഫ് എന്ന് പറയാം. നിധി വരുമോന്ന് ചോദിക്ക്. സുഭാഷേട്ടാ വരത്തില്ല, എനിക്കത് നന്നായിട്ടറിയാം. ഇപ്പൊ പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തതോ? ആ കുട്ടി എന്നോട് സംസാരിച്ചു, ഞാനും സംസാരിച്ചു. എനിക്ക് അവളോട് പ്രേമമൊന്നുമില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ചത് മറച്ചു വെച്ച് ഗായത്രിയെ ചതിച്ചു എന്ന് നിങ്ങൾ എന്നോട് പറയരുത്. നിധി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിധി ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുമ്പോൾ നികേഷ് പതിയെ ഹരീഷിനോട് പറയണ, ഏട്ടത്തിയെ കൊണ്ട് ഒരു വാക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ സുധീഷ് പറയണം, നിധി പറയൂ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിധിക്ക് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇത് കേട്ട് എല്ലാവരും നിധിയെ നോക്കുമ്പോൾ അവിടെ നിന്നിരുന്നിട്ട് നിധി പറയണ, അതെ സുധീഷ് പറഞ്ഞതെല്ലാം ശരിയാ. ഏട്ടേ സുധീഷ് ചോദിക്കുന്നു, എന്താ? അപ്പൊ നിധി പറയണ, നമുക്ക് ഡിവോഴ്സ് ആകാൻ പോവുകയല്ലേ? കറക്റ്റ് ആയിട്ട് സുധീഷ് പറഞ്ഞു. സുഭാഷിട്ട, ഞങ്ങളുടെ മാരേജ് ഫേക്ക് ആയിരുന്നു. ഞാൻ സുധീഷിനെ എന്റെ ഹസ്ബൻഡ് ആയിട്ട് കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ സുഭാഷേട്ടാ സുധീഷ് ആ പെണ്ണിനോട് ഞാൻ സുധീഷിന്റെ വൈഫാണെന്ന് പറയുന്നത്? സുധീഷ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ടെൻഷനോട് കൂടി സുധീഷ് മനസ്സിൽ പറയണേ, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ നിധി പറയണ, സുധീഷ് പറഞ്ഞതെല്ലാം സത്യമാണ്. സുധീഷിന് ആരോട് വേണമെങ്കിലും സംസാരിക്കാം, അതിൽ ഒരു തെറ്റുമില്ല. യെസ്, യു ആർ റൈറ്റ്. സുഭാഷേട്ടൻ ചെയ്തതാ തെറ്റ്. എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് സുഭാഷേട്ടൻ എന്തിനാ ആ പെണ്ണിനോട് പറഞ്ഞത്? സുധീഷിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. എല്ലായിടത്തും സുധീഷ് കറക്റ്റ് ആയിരുന്നു. സുഭാഷേട്ടനാണ് തെറ്റ് ചെയ്തത്. സുധീഷ് മനസ്സിൽ പറയണ, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ആ പെണ്ണിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഇവക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ നിധി പറയണ, സുധീഷ് പോയി ആ പെണ്ണിനെ കാണാം. ഗായത്രി. സുധീഷ് ചെന്ന് വിളിച്ചാൽ ഗായത്രി ഉറപ്പായിട്ടും വാതിൽ തുറക്കും. അവളോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. സുഭാഷേട്ടൻ ഗായത്രിയോട് പറഞ്ഞതെല്ലാം കള്ളമാണ്. എന്റേതൊരു ഫേക്ക് മാരേജ് ആയിരുന്നു. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുമെന്ന് പറയണം. എല്ലാ സത്യവും തുറന്നു പറയണം. ഒന്നും മറക്കരുത്. എല്ലാം തുറന്നു പറഞ്ഞിട്ട് ആ കുട്ടിയുമായിട്ടുള്ള പ്രണയം കണ്ടിന്യൂ ചെയ്യണം. അതാണ് കറക്റ്റ്. ഇത് കേട്ട് സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയണ, മോളെ നിധി, അവൻ എന്തെങ്കിലും പറഞ്ഞു കരുതി മോളും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനാ? ആ ഗായത്രി എന്തിനാ ഇവൻ വീണ്ടും പോയി കാണുന്നേ? അപ്പൊ നിധി പറയണ, പോയി കാണണം സുഭാഷ് ഏട്ടാ. സുധീഷ് ചോദിച്ചതെല്ലാം കറക്റ്റ് അല്ലേ? സുധീഷ് പോട്ടെ. സുധീഷ് മനസ്സിൽ പറയുന്നു, പോട്ടെന്നോ? നികേഷും ഹരീഷും സുഭാഷും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഗായത്രിയുടെ അടുത്തേക്ക് പോ. എന്നിട്ട് ഗായത്രിയോട് എല്ലാ സത്യവും തുറന്നു പറ. ഇത് കേട്ട് സുധീഷ് കണ്ണു തള്ളി നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച നിധി പറയണ, സുധീഷ് പോന്നേ. സുധീഷ് പറയുന്നോ അതോ ഞാൻ പറയണോ? അല്ലെങ്കിൽ വേണ്ട, സുധീഷ് പറഞ്ഞാൽ ശരിയാകില്ല. ചിലപ്പം ഗായത്രി വിശ്വസിക്കില്ല. പക്ഷെ ഞാൻ ചെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഉറപ്പായിട്ടും വിശ്വസിക്കും. എന്താണ് നികേഷ് ഇതെല്ലാം എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണോ, ഒന്നും മനസ്സിലാവുന്നില്ല ഹരീഷ് ഏട്ടാ. അപ്പൊ ദിതി പറയണ, ഞാൻ പോയി എല്ലാ സത്യവും ഗായത്രിയോട് പറയാം. എന്റെ വീട്ടിൽ എന്റെ കല്യാണം തീരുമാനിച്ചപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ സുധീഷാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോഴാ ഈ കല്യാണ നാടകത്തിൽ സുധീഷ് പെട്ടത്. ഞങ്ങളുടെ ഇതൊരു ഫേക്ക് മാരേജ് ആണ്. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ സുധീഷ് ഗായത്രിയോട് കള്ളം പറഞ്ഞ് ചതിച്ചതല്ല എന്നൊക്കെ പറഞ്ഞേക്കാം. ഗായത്രി ഉറപ്പായിട്ടും സുധീഷിനോട് ക്ഷമിച്ച് സുധീഷിനെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങും. ഇത് കേട്ടുകൊണ്ട് അവിടെ നിന്ന ഭാസ്കരൻ പറയുന്നു, സൂപ്പർ മോളെ, മോക്ക് നല്ല മനസ്സാ. എടാ, ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. സമയം പോകുന്തോറും ആ കുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. പിന്നെ ജീവിതകാലം മുഴുവനും നീ ജയിലിലായിരിക്കും. പിന്നെ നിനക്ക് കമ്പനിക്ക് ആൾക്കാരില്ല എന്ന് പറഞ്ഞ് എന്റെ പേരൊന്നും പറഞ്ഞേക്കരുത്. എനിക്ക് ജയിലിലെ ഭക്ഷണം ഒട്ടും ശരിയാകില്ല. ടെൻഷനോടുകൂടി സുഭാഷ് പറയണ, എടാ പറഞ്ഞതുപോലെ ആ പെണ്ണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ? അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണേ, എന്തുകൊണ്ടുണ്ടാകില്ല? അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ബഹളം വെച്ചത് കേട്ടില്ലേ? പിന്നെ ഗ്യാങ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. ആ കഥക് തുറന്നു നോക്കിയാലല്ലേ അറിയൂ ആ പെണ്ണ് ജീവനോടുണ്ടോന്ന്. അപ്പൊ സുഭാഷ് പറയണ, അച്ഛൻ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ആ കുട്ടി ഇവിടെ വന്നപ്പോഴും ഭയങ്കര കരച്ചിലായിരുന്നു. സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. അവൾ എന്തെങ്കിലും തെറ്റായ തീരുമാനം എടുക്കൂടാ. ഈ വീട്ടിലുള്ള ശാപം പോരെ നിനക്ക്? ഇനി ഒരു ശാപം കൂടി വേണോ? അവൾ എന്തെങ്കിലും കടുകൈ ചെയ്താൽ ആ ശാപം കൂടി നമുക്ക് കിട്ടും. ഇത് കേട്ട് ടെൻഷനോട് കൂടി സുധീഷ് ചോദിക്കണേ, എന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് എന്റെ പ്രശ്നമല്ലേ, ഞാൻ
നോക്കിക്കോളാം. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയണ, നിൽക്ക് സുധീഷ്, ഇത് സുധീഷിന്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ പ്രശ്നമാ. സുധീഷ് പറഞ്ഞത് കറക്റ്റാ. ആ ഗായത്രി ഇപ്പം ദേഷ്യത്തോടു കൂടി പോയി റൂം അടച്ചിരിക്കുന്നതിന് കാരണം സുധീഷിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞിട്ടാ. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് ആ കുട്ടി അറിഞ്ഞാൽ അവള് നോർമൽ ആകും. ഇക്കാര്യം സുധീഷ് ചെന്ന് പറഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും വിശ്വസിക്കില്ല. സുധീഷ് കള്ളം പറയുകയാണെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഏട്ടത്തി എന്തായി പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ഏട്ടത്തി അതൊന്നും വേണ്ട. അപ്പൊ നിധി പറയണ, നികേഷ് നീ എന്തായി പറയുന്നത്? ഈ പ്രശ്നത്തിന് കാരണക്കാരി ഞാനല്ലേ? എന്നെ സഹായിക്കാൻ വന്നല്ലേ സുധീഷിന് ഈ പ്രശ്നമെല്ലാം? അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയൊന്നും ഇല്ല നിധി, വെറുതെ എന്തിനാ നിധി ഇങ്ങനെയൊക്കെ പറയുന്നേ? പാവ സുധീഷിന് ഗായുവിനെ ഒരുപാട് ഇഷ്ടമാ. അതുകൊണ്ടാ സ്നേഹത്തോടു കൂടി ഗായു എന്ന് വിളിക്കുന്നത്. ദിവസവും ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഗായുവുമായി സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാകുമല്ലോ ആ കുട്ടിയോട് എത്ര സന്തോഷത്തോടു കൂടിയാ സുധീഷ് സംസാരിക്കുന്നതെന്ന് അറിയോ സുഭാഷേണ്ണ? ഞാൻ കണ്ടിട്ടുള്ളതാ. പറ സുധീഷ്, ഗായുവിനോടുള്ള സ്നേഹത്തെ കുറിച്ച്. ഞാൻ തടസ്സമായിട്ടുള്ളത് കൊണ്ടാ സുധീഷിന്റെ പ്രണയം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. ഞാൻ കാരണം ഉണ്ടായ പ്രശ്നം ഞാൻ തന്നെ ശരിയാക്കിക്കോളാം. അങ്ങനെ നിധി പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ, ഞാൻ എന്താ പറയുന്നത്, ഇവളെന്താ പറയുന്നത്? ആ പെണ്ണിനോട് സംസാരിച്ച് നിധിയെ പോസസീവ് ആക്കാമെന്ന് വിചാരിച്ചതാ. ഇപ്പതേ ഇവൾ എന്തൊക്കെയാ പറയുന്നേ? സുധീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിധി പറയണ, സുധീഷ് ടെൻഷൻ ആകണ്ട, ഈ പ്രശ്നം ഞാൻ ശരിയാക്കാം. സുധീഷിന് ഗായത്രി ഇഷ്ടമാണ്, അത്രയല്ലേ ഉള്ളൂ. ഇല്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, ആ ഗായത്രിയെ സുധീഷ് പ്രണയിക്കുന്ന. അപ്പൊ സുധീഷ് ചോദിക്കണ, പ്രണയോ? ഞാനോ? അപ്പൊ നിധി പറയണ, ചുമ്മാ പറയുന്നതല്ലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രണയമൊന്നും ഇല്ല, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ടേ ഉള്ളൂന്ന്. മനസ്സിലാവുന്നുണ്ട് സുധീഷ്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. സുധീഷിന് ഗായത്രിയെ ഇഷ്ടമാണ്, ഗായത്രിക്ക് സുധീഷിനെ ഇഷ്ടമാണ്. പിന്നെന്താ, ഞാൻ തന്നെ പോയി സംസാരിച്ച് എല്ലാം ശരിയാക്കാം. സുഭാഷേട്ടാ, ഞാൻ തന്നെ ഇത് ശരിയാക്കിക്കോളാം കേട്ടോ. അപ്പൊ സുഭാഷ് ചോദിക്കണ്ട, എന്താ മോളെ ഈ സംസാരിക്കുന്നത്? അതൊന്നും വേണ്ട, നീ എന്ത് ശരിയാക്കാൻ പോവാ അവിടെ പോയി? അതൊക്കെ അവൻ തന്നെ നോക്കിക്കോളും. ടെൻഷനോടുകൂടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? അപ്പൊ നിധി പറയുകയാണ്, സുഭാഷേട്ടാ, ഇത് ഞാൻ ശരിയാക്കേണ്ട പ്രശ്നമാണ്. മോളെ ഒന്ന് വെറുതെ ഇരിക്കുന്ന സുഭാഷ് പറയുമ്പോൾ സുധീഷിനെ ശ്രദ്ധിച്ചിട്ട് സുഭാഷിനെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് നിധി പറയുന്നു, സുഭാഷേട്ടാ വെറുതെയാ? എന്താ മോളെന്ന് സുഭാഷ് പതിയെ ചോദിക്കുമ്പോൾ നിധി പതിയെ പറയുന്നു, സുഭാഷേട്ടാ കുറച്ചുനേരം ഒന്ന് മിണ്ടാ നിൽക്കണേ, ഞാൻ പറയുന്ന എല്ലാത്തിനും ശരിയെന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഹരീഷ അവരെ ശ്രദ്ധിക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എടാ സുധീഷേ, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോടാ? നിധി പതിയെ സുഭാഷിനോട് പറയുകയാണ്, ഇതൊക്കെ ചെറിയൊരു നാടകമാണ് സുഭാഷേട്ടാ. അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, ഓ മോൾ അങ്ങനെയാണോ ഉദ്ദേശിച്ചേ? അപ്പൊ നിധി പറയണ, അതെ സുഭാഷേട്ടാ, മനസ്സിലാവുന്നില്ലേ? ഇത് കേട്ട് സുഭാഷ് ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷും തലയാട്ടുകയാണ്. നിധി പറയുന്നു, ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം അച്ഛാ, ഗായത്രിക്ക് ഒന്നും സംഭവിക്കില്ല, അവൾ കടുകയൊന്നും ഒന്നും ചെയ്യില്ല, എല്ലാ പ്രശ്നവും ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. ഇത് കേട്ട് ഭാസ്കരൻ തലയാട്ടുമ്പോൾ നിധി പുറത്തേക്ക് പോകാനായി തുടങ്ങുകയാണ്. നിധിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സുധീഷ് ചോദിക്കുന്നു, നിധി എങ്ങോട്ടായി പോകുന്നേ? ഏത് പ്രശ്നമാണ് ശരിയാക്കാൻ പോകുന്നേ? എല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പൊ നിധി പറയണ, എന്താ സുധീഷ് ഇത്? എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ, എന്തിനെങ്ങനെ നിൽക്കുന്നേ? വാ ഇവിടെ ഇരിക്ക് സുധീഷ് എന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ പിടിച്ച അവിടേക്ക് ഇരുത്തുകയാണ് നിധി. സുഭാഷ് പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, സത്യം അറിഞ്ഞാൽ ഗായത്രി തന്നെ ഇങ്ങോട്ട് വരാന്ന് പറയും, ഞാൻ പോയി ജസ്റ്റ് കൂട്ടിക്കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. ഇത് കേട്ട് അവിടെ വന്ന് എഴുന്നേറ്റ് സുധീഷ് ചോദിക്കുന്നു, കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നോ? എന്തിന്? അതൊന്നും വേണ്ട. സുധീഷിന്റെ കയ്യിൽ പിടിച്ച് അവിടേക്ക് ഇരുത്തിക്കൊണ്ട് നിധി പറയണേ, ഇരിക്കും സുധീഷേ, സത്യം അറിഞ്ഞ ഉടനെ സന്തോഷമായിട്ട് എന്റെ കൂടെ വരും, അവളെ കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തി തരാം. സുധീഷ് ചോദിക്കുന്നു, നിധി എന്തായി പറയുന്നത്? അതൊന്നും വേണ്ട, ഞാൻ ആ കുട്ടിയെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ചിരിച്ചുകൊണ്ട് നിധി പറയുന്നു, ചുമ്മാ അത് അഭിനയിക്കാതെ സുധീഷേ, ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ കളറായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പെർഫ്യൂം ഒക്കെ അടിച്ച് ബസ് സ്റ്റോപ്പിൽ പോയി ആ പെണ്ണിനെ കണ്ട് ഈന്ന് ചിരിച്ച് സംസാരിച്ചത്? അയ്യോ നിധി അങ്ങനെയൊന്നും ഇല്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, എനിക്കറിയാം സുധീഷേ, ദിവസവും രാത്രിയൊന്നും ഇല്ല പകലൊന്നും ഇല്ലാതെ ഫോണിൽ സംസാരിക്കുകയല്ലായിരുന്നോ നിങ്ങള്? അത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? സുധീഷിന് ഗായത്രിയെ ഇഷ്ടമാണ് അല്ലെ സുഭാഷേട്ടാ? സുഭാഷേട്ടനും കണ്ടിട്ടില്ലേ സുധീഷ് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ഗായത്രിയുമായി ഫോണിൽ സംസാരിക്കുന്നത്? അപ്പൊ സുഭാഷ് പറയണ, ആ അതെ മോള് പറഞ്ഞതുപോലെ ദിവസവും കളറായിട്ട് ഷർട്ടൊക്കെ ഇട്ട് പെർഫ്യൂം ഒക്കെ അടിച്ചിട്ട് പോയി ആ കുട്ടിയെ കണ്ടിട്ട് വരാറുള്ളതല്ലേ ഇവൻ. അവന് ഗായത്രിയെ ഇഷ്ടമാണ്. ഇത് കേട്ട് സുധീഷ് സുഭാഷേട്ടാന്ന് വിളിക്കുമ്പോൾ നിധി പറയണ, കേട്ടില്ലേ, ഇവിടെയുള്ള എല്ലാവരും സുധീഷ് ഗായത്രിയെ പ്രണയിക്കുന്നുണ്ടെന്നാ പറയുന്നേ. ടെൻഷനോടുകൂടി സുധീഷ് ചോദിക്കുന്നു, എന്താടാ ഇതൊക്കെ? അപ്പൊ നിധി പറയണ, സുധീഷിന് സമ്മതിച്ചു തരാൻ നാണമാണെന്ന് തോന്നുന്നു. ശരി, ഡോണ്ട് വെറി സുധീഷേ, ഞാൻ ഗായത്രിയെ കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങള് ഞാൻ കാരണം പിരിയാൻ പാടില്ല. ട്രൂ ലവ്? സുധീഷ് ചോദിക്കുന്നു, ട്രൂ ലവോ? എന്താ നിധി ഈ പറയുന്നേ? അപ്പൊ നിധി പറയണ, സുഭാഷേട്ടാ ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേ, എന്നെ പോലെ ഗായത്രി എല്ലാം അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഹരീഷ് ചോദിക്കണേ, എത്ര തവണ ഈ വീട് ക്ലീൻ ചെയ്യുന്നത്? ആരെങ്കിലും വരുന്നെന്ന് കേട്ട ഉടനെ എല്ലാവരും വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങും, പക്ഷെ എന്ത് ചെയ്താലും ഈ വീട് അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നേ? അപ്പൊ നിധി പറയണ, വേറെ എന്താ ചെയ്യുക ഹരീഷ്, ഗായത്രി വരുമ്പോൾ ഈ വീട് ഭംഗിയായിട്ട് കിടക്കണ്ടേ, അല്ലെങ്കിൽ നാണക്കേടല്ലേ? എല്ലാം ക്ലീൻ ചെയ്താൽ ഗായത്രിക്ക് സന്തോഷമാകും. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ വീട് ക്ലീൻ ചെയ്യണം, നീറ്റ് ആയിരിക്കണം. ഞാൻ ഗായത്രിയെ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഇന്ന് ഈ വീട്ടിലെ ഉത്സവമായിരിക്കും. സുധീഷ് ചോദിക്കുന്ന, ഉത്സവമോ? സുധീഷിന്റെ കയ്യിൽ പിടിച്ച് നിധി പറയാണ്, ഇരിക്കും സുധീഷേ, സുധീഷിനെയും ഗായത്രിയെയും ഇന്ന് ഞാൻ
ഞാൻ ഒന്നിപ്പിക്കും. ഇത്രയും നാളും എനിക്ക് കുറ്റബോധമായിരുന്നു. ഇപ്പൊ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചാൽ എനിക്ക് ആ കുറ്റബോധം മാറുമല്ലോ. അപ്പൊ സുധീഷ് പറയണ, നിധി അതൊന്നും വേണ്ട, പറയുന്ന കേൾക്ക് പ്ലീസ് നിധി. സുധീഷിന്റെ കയ്യിൽ പിടിച്ച ഹരീഷ് പറയണ, സുധീഷേട്ടാ ഏട്ടത്തി പറഞ്ഞത് കേട്ടില്ലേ, ഇരിക്കവിടെ. ഹരീഷ് എനിക്ക് പറയാനുള്ളതെന്ന് പറയട്ടെ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, നികേഷേ വാ. എവിടെ ഏട്ടത്തിന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, ആ കുട്ടിയിലെ ഗായത്രി. അയ്യോ സോറി. സുധീഷിന്റെ ഗായു അവളോട് സത്യമെല്ലാം തുറന്നു പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. കൂട്ടിയിട്ട് വന്ന് നമ്മുടെ സുധീഷിനെയും ഗായത്രിയെ ഒന്നിപ്പിക്കാം. എന്തൊക്കെയാ ഇവളീ പറയുന്നതെന്ന് സുധീഷ് മനസ്സിൽ പറയുമ്പോൾ നികേഷ് ഏട്ടത്തിന്ന് വിളിക്കുകയാണ്. അപ്പൊ നിധി പറയണ, നികേഷ് സമയം പോകുന്നു, വാ ഞങ്ങൾ പോയിട്ട് വരാം സുധീഷ്, ഹാപ്പി ആയിട്ടിരിക്കെ വാടാന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകുമ്പോൾ നികേഷും പിന്നാലെ പോവുകയാണ്. പുറത്തേക്ക് ഓടി വരുന്ന സുധീഷ് പറയുന്നു, നിധി പോകല്ലേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. സുധീഷ് പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കാതെ നികേഷും നിധിയും സ്കൂട്ടറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. നിധി എന്ന് വിളിച്ച് സുധീഷ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞ് ഭാസ്കരൻ ബെഡിലേക്ക് ഇരിക്കുകയാണ്. സുഭാഷും ഹരീഷും സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്